അഗ്നിദേവനാൽ സൃഷ്ടിക്കപ്പെട്ട മിഥിലാപുരിയുടെ രാജകുമാരിയും അയോധ്യയുടെ പുത്രവധുവും മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രൻ്റെ വാമഭാഗവും ശ്രീലക്ഷ്മീദേവിയുടെ അവതാരവുമായ സീതാദേവിയുടെ രൂപത്തോടു കൂടിയുള്ള മായാസീത. മായാസീതയുടെ അവതാരത്തിനു പിന്നിലുള്ള ഇതിവൃത്തം ഇപ്രകാരമാകുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനാകുന്നു മഹാഋഷി കുശധ്വജൻ. അദ്ദേഹം വേദങ്ങളിലും മറ്റും വളരെ പാണ്ഡിത്യമുള്ളവനായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം തനിക്ക് ജനിച്ച പുത്രിക്ക് വേദവതി എന്ന് നാമകരണം ചെയ്തു. സദാ ഈശ്വരഭക്തനായിരുന്ന കുശധ്വജൻ വിശിഷ്ടനായൊരു വിഷ്ണുഭക്തനും കൂടിയായിരുന്നു. കുശധ്വജൻ ആഗ്രഹിച്ചു തൻ്റെ മകളുടെ പതിയാകണം ഭഗവാൻ വിഷ്ണുവെന്ന്. അങ്ങനെ കാലങ്ങൾ കടന്നു. വേദവതി വളർന്നു. വിഷ്ണു ഭഗവാനോടുള്ള പ്രണയം ഓരോ നിമിഷവും അവളുടെ ഉള്ളിൽ വളർന്നു. സദാസമയവും ആ സുന്ദരിയുടെ ചിത്തത്തിൽ വിഷ്ണുനാമം മാത്രം. വേദവതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി രാജാക്കന്മാരും രാജകുമാരന്മാരും, എന്തിനേറെ പറയുന്നു ഗന്ധർവന്മാരും ദേവന്മാരുമെല്ലാം അവളോട് പ്രണയാഭ്യർത്ഥന നടത്തി. എന്നാൽ അവൾ ഇതെല്ലാം തിരസ്കരിച്ചു. ശംഭു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഒരിക്കൽ അവളുടെ പിതാവിനോട് തനിക്ക് കുശധ്വജന്റെ പുത്രിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു ശംഭു. എന്നാൽ ആ ക്ഷണം തന്നെ കുശധ്വജൻ അത് തിരസ്കരിച്ചു. കുശധ്വജന്റെ തീരുമാനം രാജാവിനെ കോപിതനാക്കി. അതിനാൽ തന്നെ ഒരമാവാസി നാളിൽ കുശധ്വജനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും വധിച്ചു ശംഭു. അതിനുശേഷവും വേദവതിയെ ശംഭു സമീപിച്ചു. എങ്കിലും അവളുടെ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല. വിഷ്ണു ഭഗവാൻ എന്ന ചിന്തയിൽ അവൾ ജീവിച്ചു. വിഷ്ണുവിനെ പതിയായി ലഭിക്കുന്നതിനായി അവൾ ഘോരമായ തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഭീകരമായ വനത്തിൽ ഒരു സുന്ദരി തപസ് ചെയ്യുന്നതായി പുഷ്പക വിമാനത്തിൽ കൈലാസ പർവ്വതത്തിൽ നിന്നും ലങ്കയിലേക്ക് മടങ്ങുന്ന രാവണൻ കാണാനിടയായി. പുഷ്പക വിമാനം താഴേക്കിറക്കി. അയാൾ അവളുടെ വശ്യമനോഹരമായ സൗന്ദര്യം കുറച്ച് സമയം ദർശിച്ചു. ശേഷം ധ്യാനനിരതയായി കഴിയുന്ന അവളോട് അയാൾ ആരാഞ്ഞു. ആരാണ് കന്യകേ നീ? എന്തിനാണ് ഈ കാട്ടിൽ ഏകയായി കഴിയുന്നത്? നീ നമ്മോടൊപ്പം വരൂ. നാം ആകുന്നു ലങ്കാധിപതിയായ ദശാനനൻ. നീ നമ്മോടുകൂടി വരാൻ തയ്യാറായാൽ നാം നിന്നെ ലങ്കയുടെ മഹാറാണിയാക്കാം, നമ്മുടെ പട്ടമഹർഷിയാക്കാം. ഇത്രയും കേട്ടപ്പോൾ അവൾ അവളുടെ നയനമനോഹരമായ മിഴികൾ തുറന്നു അയാളെ ദർശിച്ചു. അവൾ പറഞ്ഞു, നാം നമ്മുടെ വിഷ്ണുവിനെ ദർശിക്കുവാൻ ഈ ആരണ്യത്തിൽ തപം ചെയ്യുന്നു. വിഷ്ണുവിനെ മാത്രമേ താൻ വിവാഹം ചെയ്യുകയുള്ളൂ. അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരു പുരുഷനെയും താൻ വരിക്കുകയില്ല. അവൾ കോപത്തോടെ അരുളി. അത് കേട്ട മാത്രയിൽ അയാൾ 8 ദിക്കുകളും വിറയ്ക്കുമാർ അട്ടഹാസം മുഴക്കിക്കൊണ്ട് ഇങ്ങനെ അരുളി. നിന്റെ വിഷ്ണുവിലും ശ്രേഷ്ഠനാകുന്നു ഞാൻ. അയാളെക്കാൾ ബലവാനുമാകുന്നു നാം. നമ്മെ പരാജയപ്പെടുത്തുവാൻ ഈ ധരണിയിൽ ആരും തന്നെയില്ല. അതിനാൽ നീ നമ്മോടുകൂടി വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ സമീപത്തേക്ക് നീങ്ങി ദശാനനൻ. എന്നിട്ടും വേദവതി അയാളെ തിരസ്കരിച്ചു. അവൾ അപ്രകാരം ചെയ്തത് ദർശിച്ചുകൊണ്ട് അയാൾ അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ അവിടെ ജ്വലിച്ചുകൊണ്ടിരുന്ന അഗ്നിയിൽ അഗ്നിസ്നാനം ചെയ്തു. അതിനു മുൻപായി വേദവതി രാവണന് 2 ശാപങ്ങൾ നൽകിയിരുന്നു.
അതിലൊന്ന് നിന്റെ കുലത്തിൻ്റെ നാശത്തിന് നീ കാരകനാകുമെന്നും മറ്റൊന്ന് വിഷ്ണുവിൻ്റെ കൈകളാൽ നിന്റെ മരണം നിശ്ചയമാണ് രാവണ എന്നുമാകുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. രാമ സീതാലക്ഷ്മണ വനവാസകാലത്ത് രാവണൻ സീതാപഹരണ വേളയിൽ സീതാദേവി അഗ്നിയിലേക്ക് പ്രവേശിക്കുകയും അഗ്നിദേവൻ സീതാദേവിയെ അഗ്നിയിൽ മറച്ചു വയ്ക്കുകയും വേദവതി രാമപത്നിയായ സീതാദേവിയായി മാറിക്കൊണ്ട് രാവണന് മുൻപാകെ വരികയും വേദവതിയാകുന്ന സീതയെ അഥവാ മായാസീതയെ രാവണൻ അപഹരിക്കുകയും അശോകവനത്തിൽ തടവിലാക്കുകയും യുദ്ധാനന്തരം രാവണവധത്തിന് ശേഷം രാമചന്ദ്രപ്രഭു സീതാമാതാവിനെ വീണ്ടെടുക്കുകയും അഗ്നിപരീക്ഷണം നടത്തുകയും ചെയ്തു. അഗ്നിപരീക്ഷയിലൂടെ മായാസീതയാകുന്ന വേദവതി അഗ്നിയിൽ തിരികെ ചെല്ലുകയും യഥാർത്ഥ മിഥിലാപുരിയുടെ രാജകുമാരിയാകുന്ന ജനകപുത്രി രാമപത്നി സീതാദേവിയെ തിരികെ രാമചന്ദ്രപ്രഭുവിന് നൽകുകയും ചെയ്തു.